ഞങ്ങള് ഇവിടെ വന്നപ്പം അവർക്ക് മാത്രമേ ഒരു വീടില്ലെന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. ഇതാണ് ഞങ്ങൾ ചെയ്തു കൊടുത്ത വീടിന്റെ അടുക്കള. കട്ടയെടുത്ത് അവരെ സഹായിക്കുകയും പെയിന്റ് അടിക്കുകയും അങ്ങനെ എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ സഹപാഠിക്ക് ഒരു സ്നേഹഭവനം എന്ന് പറഞ്ഞ ഒരു ഭവനം നിർമ്മിക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതിലേറെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ചലഞ്ചസ് ഞങ്ങള് NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും വോളണ്ടിയേഴ്സ് എല്ലാം പ്രവർത്തിക്കുകയും ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ സ്ക്രാപ്പ് ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, കേക്ക് ചലഞ്ച്, ലക്കി ഡ്രോ കൂപ്പൺ ചലഞ്ച്, ഇങ്ങനത്തെ കുറെ ചലഞ്ചുകൾ കൂടെ ഞങ്ങള് പൈസ സമ്പാദിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഓരോന്ന് അടുത്തിറങ്ങി ഞങ്ങളുടെ സാറുമാരെയും എല്ലാരെയും കണ്ട് ആൾക്കാർ ഞങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തു. അപ്പൊ അതിലൂടെയൊക്കെയാണ് നമ്മള് ഇത്രയും മനോഹരമായ ഒരു ഭവനം നിർമ്മിച്ചത്. ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ഒരു സർവേ എടുത്തപ്പം ഞങ്ങള് ഇവിടെ വന്നപ്പം അവർക്ക് മാത്രമേ ഒരു വീടില്ലെന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. അപ്പൊ ഞങ്ങളായിട്ട് അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വെച്ചത് അതപ്പം ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് സങ്കടമായി. അപ്പൊ അവർക്ക് വലിയ വീടായപ്പം അവളോടൊപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. അവളെ സങ്കടമൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളായിട്ട് വന്നപ്പോ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തതാണ്. 12 ലക്ഷം ഏകദേശം. എല്ലാം ഒരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു വീട് തന്നെയാണ് നിർമ്മിച്ചത്. ഇതാണ് ഞങ്ങൾ ചെയ്തു കൊടുത്ത വീടിന്റെ അടുക്കള. ഞങ്ങൾക്ക് ആവുന്ന അത്രയും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടില് എത്രത്തോളം ബെറ്റർ ആവോ അത്രത്തോളം ബെറ്റർ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രോഗ്രാം ഓഫീസർ വഴിയാണ് നമുക്ക് ഇതെല്ലാം ഒരു സപ്പോർട്ടായിട്ട് കിട്ടിയത്. നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ബാബുരാജ് സാറാണ് ഞങ്ങൾക്ക് എല്ലാത്തിലും സപ്പോർട്ടായിട്ട് നിന്നത്. എല്ലാ കാര്യങ്ങൾക്കായാലും ഞങ്ങളെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ ഒരു സ്നേഹഭവനം ഇത്രത്തോളം എത്തിക്കാൻ വലിയൊരു പങ്ക് തന്നെ ഞങ്ങളുടെ ബാബുരാജ് സാറ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് കുറെ ആൾക്കാർ എടുത്തു പറയാൻ ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങൾക്ക് പല സാധനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും ഗുണനിലവാരം ഉള്ളത് തന്നെ ഇത് വേണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ തന്നെ നമ്മുടെ അധ്യാപകരും എല്ലാം ഓരോരോ ഈ വീടിന് വേണ്ടി ഓരോരോ ആവശ്യമുള്ള സാധനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വേണമെന്ന് ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ആഴ്ച നമ്മളിത് നമ്മള് എല്ലാ ആഴ്ചയിലും വില എത്തുമായിരുന്നു. ഇത് എവിടം വരെ ആയി, എങ്ങനെയാണ് എന്നെല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വന്നിട്ട് കട്ടയെടുത്ത് അവരെ സഹായിക്കുകയും പെയിന്റ് അടിക്കുകയും അങ്ങനെ എല്ലാ പരിപാടിക്കും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വന്ന് ചെയ്യുമായിരുന്നു. ഞങ്ങളിത് കൊണ്ടുപോയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, അതായത് ഞങ്ങളുടെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ബാബുരാജ് സാറും അതായത് സന്തോഷ് സാറും ഞങ്ങളെ ഒരുപാടധികം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളവരാണ്. അവരെ ചെയ്യാൻ പറ്റില്ല. എല്ലാം നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഞങ്ങളുടെ സഹപാഠിക്ക് അതായത് ആ ഒരു കുട്ടിയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ ഈ അടച്ചുറപ്പില്ലാതെ വീട്ടില് താമസിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങളിവിടെ ഒരുക്കി കൊടുത്തെന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ സംഭവങ്ങൾ കാണുമായിരുന്നു. അപ്പം അതായിരുന്നു നമ്മൾ ഇതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കാരണം തന്നെ അതായത്. അപ്പം നമ്മുടെ ഒരു സഹപാഠി ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഏറ്റവും ബെറ്ററായ നിലയിൽ തന്നെ ഞങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇടത്തറ മുഹമ്മദൻ HSന്റെയും അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും അർഹയായ ഒരു കുട്ടിയെ കണ്ടെത്തിക്കൊണ്ട് അതിനൊരു സ്നേഹഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നടക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിനം ഇന്ന് ഞങ്ങൾക്ക്. പ്രധാനമായി നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ അടച്ചുറപ്പില്ലാത്ത നമ്മുടെ കൂട്ടുകാരിക്ക് നമ്മുടെ എല്ലാം ഈ നാട്ടിലെ സന്മനസ്സുള്ള ജനങ്ങളുടെയും അതേപോലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെയും അധ്യാപകരുടെ എല്ലാം കൂട്ടുത്തരവാദിത്തത്തിൽ വലിയൊരു കൈത്താങ് ആയി ഇന്ന് ഈ ഒരു ഭവനം മാറിയിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ല അവരെല്ലാം അഭിവാദ്യം ചെയ്യുകയാണ്.